എഡിൻബ്രയിൽ വെച്ച് കണ്ടതിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു പ്ലേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ ചേർച്ച് 1860s ബിൽഡ് ചെയ്തതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്തത് ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോട്ടിഷ് ആർക്കിടെക്റ്റാണ്, ജോർജ് ഹെൻഡേഴ്സൺ. ഈ ബിൽഡിംഗ് ഒരു ഗോത്തിക് റിവൈവൽ സ്റ്റൈലിലാണ് ആർക്കിടെക്ചർ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ചേർച്ചിൻ്റെ മെയിൻലി ബിൽഡ് ചെയ്തിരിക്കുന്നത് പ്രസ്ബിറ്റേറിയൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വേർഷിപ്പ് പ്ലേസ് ആയിട്ട് ആ ടൈമിൽ വ്യൂ ഫോർത്ത് ഏരിയ ഡെവലപ്പിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഒരു വലിയ ചേർച്ച് ആവശ്യമുണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി. അതിന് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് പറയുന്നത് ഈ ചേർച്ച് ഒരു സമയത്ത് നല്ല ലാർജ് കോൺഗ്രിഗേഷൻ ഉള്ളതായിരുന്നു. ചുറ്റുമുള്ള റെസിഡൻസ് ഒക്കെ ഇവിടെ റെഗുലറായിട്ട് പ്രെയറിനും ഗ്യാതറിങ്സിനും ഒക്കെ വരുമായിരുന്നെന്ന്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ കോൺഗ്രിഗേഷൻ കുറഞ്ഞു തുടങ്ങി. പക്ഷേ ചേർച്ചിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും അത് ഹിസ്റ്റോറിക് ലാൻഡ്മാർക്കായിട്ട് തന്നെ തുടർന്ന് പോകണം എഡിൻബ്രയിൽ. അപ്പോൾ ഇത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഹൈ സീലിങ്സ്, വുഡൻ സ്ട്രക്ചർ, ബ്യൂട്ടിഫുൾ സ്റ്റെയിൻഡ് ഗ്ലാസ് വിൻഡോസാണ്. ലൈറ്റ് വിൻഡോയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇൻസൈഡ് അറ്റ്മോസ്ഫിയർ നല്ല കാമായിട്ട് ഫീൽ ചെയ്യുക. അപ്പോൾ അവിടെ തന്നെ ഒരു ലേഡി ഉണ്ട്, അത് മൊത്തം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അവരെല്ലാ കാര്യങ്ങളും ഇതെന്താണ്, അതിൻ്റെ വുഡിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ എന്തോ ഒരു സ്പെസിഫിക് ടൈപ്പായിട്ടുള്ളൊരു സ്റ്റോണാണ് ആ ബിൽഡിങ്സിന് യൂസ് ചെയ്തിരിക്കുന്നത്. മറന്നുപോയി അതെന്താണെന്ന്. അവരിതിപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ഈ പിയാനോ അവർ ചേർച്ചിൻ്റെ ഗ്യാതറിങ്സിനും മാസിൻ്റെ ടൈമിങ്സിലൊക്കെ തന്നെ ഈ പിയാനോ വായിക്കും. അത് എല്ലാ കാര്യങ്ങളും നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസാണ്. ഈ ചേർച്ച് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. ഞങ്ങൾ അന്ന് ചെന്ന സമയത്ത് അവിടെ ഒരു എക്സിബിഷനും കൂടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് അലൗഡ് അല്ലായിരുന്നു, വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ എക്സിബിഷൻസും അതേപോലെ ആർട്ട് ആൻഡ് മ്യൂസിക് എക്സിബിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പുള്ളിക്കാരി പറഞ്ഞത്. അപ്പോൾ നല്ല രീതിക്ക് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഫുൾ ഗൈഡഡ് ആയിട്ടുള്ള ടൂർ തന്നെ എടുക്കുന്ന പോലെ ഉണ്ട്. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ശരിക്കും ഒരു കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമുക്ക് ഓൾഡ് ടൗൺ ഉള്ളത്. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ച്. ഇതിൻ്റെ എല്ലാ ഏരിയാസ് ഇത് മൊത്തം വരുന്നത് വ്യൂ ഫോർത്ത് ഏരിയ ആണ്. ആ ചേർച്ചിൻ്റെ അടുത്ത് തന്നെ ഇത് വ്യൂ ഫോർത്ത് ഏരിയയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം പോകണം റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ഞങ്ങൾ ആ വ്യൂ ഫോർത്ത് ഏരിയ തന്നെ കുറച്ച് നടന്നൊക്കെ കണ്ട്. ഇവിടെയൊക്കെ നിറച്ച് ഷോപ്സും റെസിഡൻഷ്യൽ ഏരിയാസൊക്കെയാണ്. റെസിഡൻഷ്യലായിട്ടുള്ള ഏരിയയും അതേപോലെ